ഓം ശാന്തി. സേവനത്തിൽ ക്രോധമുക്തമായ സ്ഥിതിയുടെ അനുഭവം. ഇതിനെക്കുറിച്ച് അവ്യക്ത ബാപ്ദാദയുടെ ഒരു മഹാവാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ബാബ പറയുകയാണ്, ക്രോധം വരുവാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മനസ്സിൽ എന്ത് സങ്കല്പങ്ങളാണോ ഉണ്ടാകുന്നത്, ഒരുപക്ഷെ അത് നല്ലതാകാം, അല്ലെങ്കിൽ തലതിരിഞ്ഞതാകാം. ആ സങ്കല്പങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കപ്പെടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് അതേപോലെ സംഭവിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രോധമുണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഒരു കോൺഫറൻസ് നടത്തുകയാണ്, ഒരു ഫംഗ്ഷൻ നടത്തുകയാണ്. അതിൽ എനിക്കൊരു പാർട്ടുണ്ടാവണം, അതിൽ എനിക്കൊരു ചാൻസ് കിട്ടണം, അതിൽ എൻ്റെ പേര് വരണം. ഇങ്ങനെയുള്ള ചില ആഗ്രഹങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കാറില്ലേ? നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കാറില്ലേ? അങ്ങനെ ഇരിക്കെ ആ ഫംഗ്ഷനിൽ എനിക്കൊരു ചാൻസ് ലഭിക്കുന്നില്ല. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് മനസ്സിൽ എത്രമാത്രം ചിന്തകളുണ്ടാവും? വരാതിരിക്കുമോ ഇല്ലയോ? തീർച്ചയായിട്ടും വരിക തന്നെ ചെയ്യും. കാരണം ഞാൻ അത്രയധികം അതിന് ആഗ്രഹിച്ചിരിക്കുന്നു, അത്രയ്ക്കധികം ഞാൻ അതിൽ മോഹഗ്രസ്തനാണ്. അത് സ്വാഭാവികമായിട്ടും ചിന്ത വരിക തന്നെ ചെയ്യും. ബാബ പറയുകയാണ്, ഒരിക്കലും മഹാക്രോധത്തിലേക്ക് വരാൻ പാടില്ല. എന്നാൽ സ്വാഭാവികമായും ഏതെങ്കിലും കാര്യത്തെ പ്രതി വ്യർത്ഥസങ്കല്പങ്ങൾ വരാതിരിക്കില്ലല്ലോ. അങ്ങനെ വ്യർത്ഥസങ്കല്പങ്ങൾ വരികയാണെങ്കിൽ അതൊരിക്കലും പവിത്രതയായി കണക്കാക്കുവാൻ സാധ്യമല്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം മുൻപോട്ട് വയ്ക്കുന്നു, എൻ്റെ ഐഡിയാസ്, ആശയങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു, ഓക്കെ, കഴിഞ്ഞു. എന്നാൽ ഞാൻ എന്താണോ പറഞ്ഞത് അതിനെക്കുറിച്ച് അതിൻ്റെ പിറകെ വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. അഭിപ്രായം പറയുവാനുള്ളതെന്തോ അത് പറഞ്ഞു കഴിഞ്ഞു, അതോടുകൂടി എൻ്റെ ഡ്യൂട്ടി തീർന്നു. എന്നാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് അത് അതേപോലെ തന്നെ സംഭവിക്കണം എന്ന രീതിയിൽ അത് ആഗ്രഹത്തിലേക്ക് പരിവർത്തനപ്പെട്ടാലോ? അപ്പോൾ നമ്മുടെ മനസ്സിൽ സങ്കല്പങ്ങൾ വരാൻ തുടങ്ങും. ഞാൻ അങ്ങനെ ഒരു സജഷൻ കൊടുത്തിട്ട് എന്തുകൊണ്ട് അവർ സ്വീകരിച്ചില്ല? ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വരും. ചിലപ്പോൾ അത് ചുണ്ടുകളിലൂടെ വാക്കുകളായി പുറത്തേക്ക് വരും, ചിലപ്പോൾ കൈകാലുകൾ പ്രയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ കൈകാലുകൾ പ്രയോഗിക്കാൻ തുടങ്ങുന്ന തലത്തിലേക്കാണ് ക്രോധം വരുന്നതെങ്കിൽ അതിനെയാണ് മഹാക്രോധം എന്ന് പറയുന്നത്. എന്നാൽ നിസ്വാർത്ഥമായിരുന്നു കൊണ്ട് നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ പ്ലാനുകൾ, ആശയങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യൂ. അതിൽ അല്പം പോലും സ്വാർത്ഥത വയ്ക്കരുത്. എന്താണ്? ഞാൻ പറഞ്ഞത് തന്നെ നടക്കണം, എൻ്റെ ഇഷ്ടപ്രകാരമേ കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ. അങ്ങനെ സങ്കല്പം പോലും വരരുത്. നമ്മുടെ ആശയങ്ങളും കഴിവുകളും ഷെയർ ചെയ്തോളൂ, അതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ അതിനെ തുടർന്ന് പിന്നീട് എന്തുകൊണ്ട് എന്നുള്ള വിഷയത്തിലേക്ക് പോകാതിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈർഷ്യ, വെറുപ്പ് ഇതിൽ നിന്നെല്ലാം അകന്നിരിക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ഭരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് പവിത്രതയുടെ നിയമം പക്ക ആക്കി വെക്കണം. പൂർണ്ണമായിട്ടും അറ്റാച്ച്മെന്റിൽ നിന്നും വേറിട്ടിരിക്കണം. എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം ആയേ പറ്റൂ. ഇങ്ങനെ തന്നെ സംഭവിക്കണം എന്ന് വാശി പിടിക്കരുത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, അത് ശരി, ഓക്കെ. എന്നാൽ
നിസ്വാർത്ഥമായ ഭാവത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ആ അഭിപ്രായം പറയേണ്ടത്. നേരെ മറിച്ച് അവിടെ സ്വാർത്ഥത വരികയാണെങ്കിൽ, ഈർഷ്യയ്ക്ക് വശപ്പെട്ടിട്ട് ഓഫർ ചെയ്യുന്ന കാര്യത്തിലും മറ്റുള്ളതിലുമെല്ലാം ദേഷ്യം താനെ കടന്നു വരും. അതുകൊണ്ട് അവ്യക്ത ബാപ്ദാദയുടെ ഈ മഹാവാക്യത്തെ സ്മൃതിയിൽ വെച്ചുകൊണ്ട് ഈ അനുഭവം ചെയ്യൂ. സേവനത്തിൽ ക്രോധമുക്ത സ്ഥിതിയുടെ അനുഭവം. ഓം ശാന്തി. ഓം ശാന്തി. മനസ്സാകുന്ന തടാകത്തിൽ സങ്കല്പങ്ങളാകുന്ന കുമിളകൾ ഉയർന്നു വരുന്നത് ആത്മാവാകുന്ന ഞാൻ സാക്ഷിയായിരുന്നു കൊണ്ട് കാണുകയാണ്. ഞാൻ എൻ്റെ സങ്കല്പമാകുന്ന ബീജത്തെ വളരെ ആഴത്തിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഇത്രയും അധികം സങ്കല്പങ്ങൾ ഉണ്ടാകുന്നത്? പതുക്കെ പതുക്കെ എൻ്റെ മനസ്സിലെ സങ്കല്പത്തിൻ്റെ അലകൾ ശാന്തമായിക്കൊണ്ടിരിക്കുന്നു. തികച്ചും ശാന്തം. ഇപ്പോൾ ഞാൻ എനിക്ക് ചുറ്റും ശീതളതയുടെയും പാവനത്വത്തിൻ്റെയും അനുഭവം ചെയ്യുകയാണ്. ഒരു വജ്രത്തെ പോലെ ഞാൻ ആത്മാ ശോഭയോടെ പ്രകാശം പരത്തിക്കൊണ്ട് വിരാജിക്കുകയാണ്. ഞാൻ എൻ്റെ മസ്തകത്തിൽ ആത്മപ്രകാശത്തെ ധാരണ ചെയ്ത് സൂര്യനെ പോലെ
പ്രകാശിക്കുകയാണ്. സുവർണ പ്രകാശ കിരണങ്ങളെ സ്വയത്തിൽ നിറച്ചുകൊണ്ട് ഞാൻ ഒരു ആത്മീയമായ ചൈതന്യയാത്ര നടത്തുകയാണ്. ആത്മാവായ ഞാൻ ഫരിസ്താ രൂപത്തെ ധാരണ ചെയ്ത് സൂക്ഷ്മവദനത്തിൽ എത്തിച്ചേരുന്നു. സൂക്ഷ്മവദനം ഇപ്പോൾ എനിക്ക് മധുബന് സമാനം അനുഭവം ചെയ്യപ്പെടുന്നു. ബാപ്ദാദയുടെ ആ ചെറിയ മുറി ബാബാ ഹട്ട്, അതേ ശാന്തി സ്തംഭം, സുവർണ കാർമേഘങ്ങളുടെ അസ്തിത്വത്താൽ ഉണ്ടാക്കപ്പെട്ട ഈ സുന്ദരമായ മധുബനാകുന്ന സൂക്ഷ്മവദനം നാലുപാടും വിചരിക്കുന്ന ഫരിസ്തകൾ അവരവരുടെ സേവനത്തിൽ മഗ്നരാണ്. ഹിസ്റ്ററി ഹാളിൽ ഗദ്ദിയിൽ ഫരിസ്ത സ്വരൂപത്തിൽ ബാപ്ദാദ ഇരിക്കുകയാണ്. സേവനത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, മഹാക്രോധത്തിന്റെയും വ്യർത്ഥസങ്കല്പങ്ങളുടെയും കാരണത്താലാണ് സേവനത്തിൽ വിഘ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇക്കാരണത്താൽ തന്നെ സേവനത്തിൽ എന്തെങ്കിലുമൊക്കെ പരിധികളുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. ബാബ ഓരോ കാര്യങ്ങളും
മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയുന്ന ഓരോ വിഷയങ്ങളുടെയും ആഴങ്ങളിലേക്ക് പോയി ഞാൻ അതിനെ ധാരണ ചെയ്യുന്നു. കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയ ശേഷം ഞാൻ സ്ഥൂലവദനത്തിലേക്ക് മടങ്ങി വരികയാണ്. ഇപ്പോൾ ഈ സമയം എൻ്റെ ഓരോ ചുവടിലും ബാപ് ദാദ എൻ്റെ കൂടെയുണ്ട്. ഞാൻ അനുഭവിക്കുന്നു. ഇപ്പോൾ ഞാനും ബാപ് ദാദയും ഒരു സുന്ദരമായ പൂന്തോട്ടത്തിൽ നിൽക്കുകയാണ്. റോസാ പുഷ്പങ്ങളെ വട്ടമിട്ട് പറക്കുന്ന തേനീച്ചകൾ, വർണ്ണശബളമായ പൂമ്പാറ്റകൾ, സേവനമാകുന്ന തേൻ ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ തേനീച്ചകൾ. ഈ ദൃശ്യം കാണുമ്പോൾ എൻ്റെ ചിന്തകൾ വളരെ ആഴങ്ങളിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് ഈ തേനീച്ചകൾ പൂവിൽ നിന്നും തേൻ നുകരുന്നത്? തേൻ നുകരുന്നതിനുള്ള രീതി എന്താണ്? ഞാൻ ചിന്തിക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ മനോബുദ്ധിയാകുന്ന ചിറകുകൾ അടിച്ചുകൊണ്ട് സേവനമാകുന്ന തേനിൻ്റെ മധുരം നുകർന്നുകൊണ്ടിരിക്കുന്നു. സേവനത്തെക്കുറിച്ചുള്ള ചിന്തകൾ, സേവനത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടും അറ്റാച്ച്മെന്റിൽ നിന്നും മുക്തമായിരിക്കണം. അറ്റാച്ച്മെന്റുകളിൽ നിന്നും വേർപെട്ടിരിക്കുമ്പോൾ വ്യർത്ഥസങ്കല്പങ്ങളിൽ നിന്നും മഹാക്രോധത്തിൽ നിന്നുമെല്ലാം
മുക്തമായിരിക്കാൻ സാധിക്കുന്നു. ഈ സമയം ഒരു തേനീച്ച പറന്നു വന്ന് എൻ്റെ തോളിലിരിക്കുകയാണ്. ബാപ്ദാദ പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ നോക്കുന്നു. എനിക്ക് വരദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. മനോബുദ്ധിയാകുന്ന ചിറകുകളുടെ സഹായത്താൽ സേവനമാകുന്ന തേൻ നുകരുവാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. ഏതു രീതിയിലാണ് സേവനത്തിൽ ക്രോധമുക്തനും അതേപോലെ തന്നെ ആഗ്രഹങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുവാനും സാധിക്കുന്നത്? അതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള തിരിച്ചറിവ് നേടിക്കൊണ്ട് ഞാൻ ശരീരത്തിലേക്ക് മടങ്ങി വരികയാണ്. ശാന്തവും സുസ്ഥിരവുമായ മനസ്സാകുന്ന തടാകത്തെ ഞാൻ കാണുന്നു. ആ മനസ്സാകുന്ന തടാകത്തിൽ ഇപ്പോൾ സങ്കല്പത്തിന്റെ അലകൾ വളരെ കുറവാണ്. പൂർവാധികം ശക്തിശാലിയായ സങ്കല്പങ്ങളാണ് ഇപ്പോൾ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സേവനത്തിൽ മോഹമുക്തനും ക്രോധമുക്തനും ആയിരിക്കുന്നതിൻ്റെ സങ്കല്പത്തിൽ പോലും ട്രസ്റ്റി ഭാവത്തിന്റെ അനുഭൂതി ചെയ്യുകയാണ്. ബാബ എൻ്റെ മനോബുദ്ധിയും പ്രാണനുമെല്ലാം നിന്റേതാണ്. ഇത് നീ എനിക്ക് നൽകിയ പുതുജീവിതമാണ്.
तुमसे मिलने आ गए। देखो बच्चे तुम्हारे बड़े प्यार से बाट निहारे। आ जाओ बाबा हमारे, आ जाओ बाबा हमारे। मिलन का मौसम आया, होगा महामिलन। चारों ओर के बच्चे तुम्हारे आ गए मधुबन, आ गए मधुबन। सब कुछ करके अपने आप छुपाया। पालना शिक्षाएं देकर बच्चों को आगे बढ़ाया। अपने आप सब कुछ करके अपने आप छुपाया। पालना शिक्षाएं देकर बच्चों को आगे बढ़ाया। तुमसे है रोशन ये चमन, सबका मन आंगन। चारों ओर के बच्चे तुम्हारे आ गए मधुबन, आ गए मधुबन। ओ प्राण धन राहत मिले इस दिल को। है दीवाने ये परवाने बाबा तुमको मिलने को। करना यतन वो प्राण धन राहत मिले इस दिल को। दिल के दिलवर तुम्हारे बिगड़ कुछ भी न चाहे हम। चारों ओर के बच्चे तुम्हारे आ गए मधुबन, आ गए मधुबन। सुनाए सब कुछ तुमको है खबर। मिलने को आना सबका है कहना। ओ प्रिय रह
रहबर। और क्या सुनाए, सब कुछ तुमको है खबर। मिलने को आना सबका है कहना, ओ प्रिय रहबर। आना ही होगा, मिलना ही होगा, कहे दिल की धड़कन। चारों ओर के बच्चे तुम्हारे आ गए मधुबन, आ गए मधुबन। तुमसे मिलने आ गए, देखो बच्चे तुम्हारे, बड़े प्यार से बाट निहारे। आ जाओ बाबा हमारे, आ जाओ बाबा हमारे। मिलन का मौसम आया, होगा महामिलन। चारों ओर के बच्चे तुम्हारे आ गए मधुबन।